ധന്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നാടൻ രീതിയിലുള്ള ഏത്തയ്ക്ക തോരൻ. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓണാക്കി ചീനിച്ചട്ടി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ കടുകിടുന്നു. കടുക് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ ഏത്തയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, കഷ്ണമല്ല, നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം കടുക് പൊട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അതിന് മുമ്പ് തന്നെ നമ്മൾ 2 സവാള അരിഞ്ഞ് വെച്ചു, 3-4 പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം കടുക് പൊട്ടുന്നു. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, മുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് നമ്മൾ എന്താ ചേർക്കാൻ പോകുന്നത്? സാൾട്ട് ചേർക്കും. സാൾട്ട് എന്തിന്? ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴയ്ക്ക തോരന് വേണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതിന് പരുവത്തിന് ഉപ്പ് ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴയ്ക്ക ചേർക്കണം. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നില്ല, വെള്ള കളറിലുള്ള തോരനായിരിക്കും. എന്നിട്ട് അത് നമ്മൾ ഈ സവാളയും ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കുന്നു. തേങ്ങ മസാല ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. തിരങ്ങിയ തേങ്ങ ഇതിലേക്ക് ഇടുന്നു. ഇട്ടതിന് ശേഷം നമ്മളൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുന്നു. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർത്താൽ വെന്ത് കുഴഞ്ഞു പോകും. അത്ര കുഴയാതെ ഇരിക്കാൻ വേണ്ടി വെള്ളം ചേർക്കുന്നില്ല. ഓൾറെഡി ഏത്തയ്ക്ക് നമ്മൾ വാരിയെടുത്ത് വെച്ചിരുന്നപ്പോൾ കുറച്ച് വെള്ളമയം ഉണ്ടാവുമല്ലോ. അതിൽ പിന്നെ മൂടി വെക്കുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളവും ചേർന്ന് വേത്തക്ക രീതിയിൽ നമ്മൾ അടച്ചു വെക്കുക. അതിനുശേഷം തീ കുറയ്ക്കുക, ലോ ഫ്ലെയിമിലേക്കാക്കി വെക്കുക. ലോ ഫ്ലെയിമിലേക്ക് ഇത് മുകളിലും അടിയിൽ പിടിക്കുന്ന കൂടുതലാണ്, അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കണം. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ വാഴയ്ക്ക തോരൻ റെഡിയായി.